ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു കോഴിക്കറിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നമുക്കൊരു അരമണിക്കൂർ കൊണ്ട് മൊത്തം എല്ലാ പരിപാടി ചെയ്ത് അവസാനിപ്പിക്കാവുന്ന വെന്ത് ഒക്കെ കഴിഞ്ഞ് കിട്ടുന്ന ഒരു കറിയാണിത്. ബാച്ചിലേഴ്സിനായാലും ഒട്ടും കുക്കിംഗ് അറിയാത്ത ആൾക്കാർക്കായാലും ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതിന് വേറെ പ്രത്യേകിച്ച് പാകം ഒന്നും നോക്കാനില്ല. അപ്പൊ അത്രയ്ക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണെങ്കിൽ നമുക്ക് ചോറിന്റെ ഒപ്പം നെയ്ച്ചോറിന്റെ ഒപ്പം ഒക്കെ കഴിക്കാനും നല്ല രസത്തിൽ കഴിക്കാനും എന്റെ ഒരു സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കാനായിട്ട് പറ്റുന്നതാണ്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങള് 3/4 കിലോ കോഴിയാണ് എടുത്തിരിക്കുന്നത് ഇവിടെ. അതിനായിട്ട് 3 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂണ് മുളക് പൊടി. എരിവ് കുറയ്ക്കുന്നവർക്ക് വേണമെങ്കിൽ കുറയ്ക്കാം. ഇനി ഇതിനേക്കാളും എരിവ് കൂട്ടണമെന്നുണ്ടെങ്കിൽ മുളക് കൂട്ടാം, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ഇനി അതിലെ കുരുമുളക് ചേർക്കണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. ഉപ്പ് ആവശ്യത്തിന്, ഒരു 4-5 ചുവന്നുള്ളി ചതച്ച് വെച്ചിട്ടുള്ളത്, ഇഞ്ചി ഒരു വിരലിന്റെ അത്ര വലുപ്പത്തിലുള്ളത് ചതച്ച് വെച്ചിട്ടുള്ളത്, പച്ചമുളക് ഒരു 4 പച്ചമുളക് ചതച്ചിട്ടുള്ളത്, അങ്ങാടി മുളകാണ്, അത്ര കുറവ് എരിവാണ് ഉണ്ടാവുക. വേപ്പിന്റെ ഇല കുറച്ച്, ഒരു മഞ്ഞൾപ്പൊടി നമുക്ക് നമ്മുടെ ഏത് ഇറച്ചിക്കായാലും നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുന്ന ഒരു ഇതിലാണ്, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതൊക്കെ നമ്മുടെ ഓപ്ഷണലാണ്. മുളക് പൊടി, മല്ലിപ്പൊടി കുറച്ച് അധികം എടുത്താലാണ് ഇതിനൊരു കട്ടിയും രസമൊക്കെ ഉണ്ടാവുക. അത് കാരണമാണ് 3 ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. നമ്മളിത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കണേന്ന് പറഞ്ഞില്ലേ, എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ, വെളിച്ചെണ്ണ ഒന്നും പാകമായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കോഴി എല്ലാം കൂടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കോഴിയും മസാലയും മല്ലിപ്പൊടിയും എല്ലാം കൂടിയിട്ട് ഒരുമിച്ചാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക്. നമ്മളിതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണേ. ചെറിയൊരു ചാറോട് കൂടിയിട്ടാണ് നമ്മുടെ കറി വരിക. അപ്പം അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഉപ്പും മുളകും എല്ലാം. അതാ പറഞ്ഞത്, ഇതിനേക്കാളും എളുപ്പത്തിൽ ഇനി കോഴിക്കറി വേറെ വെക്കുന്ന രീതിയിലാണ്. പക്ഷെ രസമാണെങ്കിൽ നല്ല രസത്തോട് കൂടിയിട്ട് തന്നെയാണ് നമുക്ക് ഈ കറി കിട്ടുക. നല്ല എരിവും ഒക്കെ ആയിട്ട് നല്ല കൂട്ടാനാണ്. ഇത് നമ്മള് ഇത്രയ്ക്കേ ചെയ്യണ്ടോ. ഇത് നമ്മൾ ചെയ്തിട്ട് നമ്മളിത് മൂടി വെച്ച് വേവിക്കുകയാണ് ചെയ്യണത്. നമ്മൾ ലാസ്റ്റ് ഇത് വെന്തതിന് ശേഷം ഒരു ഇൻഗ്രീഡിയന്റും കൂടി ചേർക്കുകയാണ്. അപ്പൊ നമുക്കത് അപ്പം നോക്കാം. ഇപ്പൊ നമ്മളിത് മൂടി വെച്ച് നന്നായി വേവിക്കാൻ വെക്കുക. 10 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം. നമ്മളിപ്പോ മൂടി വെച്ചിട്ട് 10 മിനിറ്റ് ആയി. നമുക്ക് തുറന്നു നോക്കാം എന്തോന്ന്. എന്താ നോക്കണമെങ്കിൽ നമ്മൾ വെറുതെ നമുക്കറിയാലോ, ഇതിങ്ങനെ വെറുതെ ഒരു കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് അത് ഇറച്ചൊന്നും ഇങ്ങനെ പോരുന്നുണ്ടോ നോക്കാം കഷ്ണത്തിൽ വെച്ചിട്ട്. അതായത് വെന്തിട്ടുണ്ട് നന്നായി. നമുക്ക് വേണമെങ്കിൽ ഇത്രയ്ക്കും ചാറോട് കൂടിയിട്ട് കൂട്ടാൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ല കുറച്ചും കൂടി ഒന്ന് കട്ടിയാക്കി എടുക്കുകയാണ് നല്ലത്. ഇവിടെ കുറച്ചുകൂടി കട്ടിയായിട്ട് എടുക്കുകയാണ് ചെയ്യണത്. അപ്പൊ ആ മുളകും ഇതെല്ലാം ഇറച്ചിയും ഒന്ന് കുറച്ച് പെരണ്ടിരിക്കുമല്ലോ. അപ്പൊ ആ ഒരു പാകത്തിലാണ്. അപ്പൊ അത് തുറന്നു വെച്ചിട്ട് 5 മിനിറ്റ് 10 മിനിറ്റ് ആ വെള്ളം ഒന്ന് വറ്റി വരണതിന്. നമ്മളിപ്പോൾ ഇറച്ചിന്ന് വന്നിട്ടുള്ള വെള്ളം, നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഉണ്ടല്ലോ, ഇനി ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നവർക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയുണ്ട്, കണ്ടോ. മുളകൊക്കെ ഇറച്ചിന്ന് നന്നായി പിടിച്ചിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ പാകം. ഇനി ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു രസം കൂടാൻ വേണ്ടിയിട്ട് നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് മുകളിൽക്കൂടെ വെറുതെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരു മണം രസം ഒന്ന് വരാൻ വേണ്ടിയിട്ട്. ഇനി വേഗം ഒന്ന് ഇതാക്കിയിട്ട് ഓഫ് ചെയ്യാണ് തീ. നമ്മുടെ ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഇറച്ചി പാകമായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത്, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കുകയും ചെയ്യാം, അതേപോലെ നല്ല രസത്തിൽ നമുക്ക് കഴിക്കുകയും ചെയ്യാം. എന്നാൽ വേറെ കുറെ അധികം ഉണ്ട്. ചാറൊക്കെ കഴിക്കാന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. ഇത് കൂട്ടിയിട്ട് നമുക്ക് നെയ്ച്ചോറ്, ചോറിനൊക്കെ നല്ലൊരു കറിയാണ്. നമ്മുടെ
കോഴിക്കറി ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കോഴിക്കറി റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.